ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കണത് ഞാനിപ്പോൾ ഒരു ഇതെല്ലാം എനിക്കിവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, വണ്ടിക്കാശൊക്കെ ഇവിടുന്ന് തരും, ശമ്പളമൊന്നും മേടിക്കത്തില്ല, പക്ഷെ അങ്ങനെ ശുശ്രൂഷ ചെയ്തു പോവുകയാണ്. എനിക്കൊരു കുറവൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ സമയത്ത് ചിലയിടത്ത് തരുന്ന കാശുകൾ ആരെങ്കിലും തന്നാൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയുമോ? ഞാൻ പഠിക്കണ കാലത്ത് എന്നെ സഹായിച്ച കുറേ പേരുണ്ട്. അതാണ് വിഷയം. അവർ വല്ലപ്പോഴുമൊക്കെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ വയസ്സായ ആൾക്കാരെ കാണും. അപ്പോൾ അവർക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കും. അത് ചോദിക്കണമെന്നില്ല, അവരങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. അച്ഛനോട് സംസാരിക്കണ പോലും അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ അവരെ വണ്ടിയിരുന്ന് വിളിച്ച് വരുത്തി കൊടുക്കും. അതെന്താ കാര്യം? ധർമ്മം. അത് നമ്മുടെ നീതിയാണത്. നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ എത്താൻ വേണ്ടി ഏണിച്ചാരി വെച്ച് തന്ന ഒത്തിരി ജന്മങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഓർക്കണം. അപ്പം നിങ്ങളെ ഏതെങ്കിലും ഒരു കാലത്ത് സഹായിച്ച ആൾക്കാരെ നമ്മൾ തിരിച്ച് സഹായിക്കണം. അത് ധർമ്മമാണ്, നീതിയാണത്. നീതികേട് കാണിക്കരുതൊരിക്കലും. അപ്പം നീതികേട് എപ്പോഴും പറയണത്. അപ്പം ആദ്യത്തെ നീതി അമ്മയോടും അപ്പനോടും തന്നെയാണ്. ഒരു സംശയമില്ലല്ലോ ആ കാര്യത്തെ. വല്ല സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. കാര്യം നമ്മുടെ പല ഓർമ്മയില്ലാത്ത കാലത്തും അവരാണ് നമുക്ക് ഓർമ്മയില്ലല്ലോ. നമുക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിരുസന്നിധിയിൽ അവർ നമുക്ക് വേണ്ടി ചെയ്തത് ദൈവം മറന്നു പോവുക. അപ്പോൾ ഒരിക്കലും അപ്പനോടും അമ്മയോടൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. അവർ നിങ്ങളെ എന്ത് പറഞ്ഞാലും മിണ്ടരുത്. കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ഇന്ന് നിങ്ങളുടെ കാലിലിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരതിനുവേണ്ടി ഉറക്കം നിന്നതിൻ്റെ കണക്കുണ്ട് അവരുടെ കയ്യിൽ. അവരതൊന്നും പറയാൻ വന്നില്ലെങ്കിലും നമ്മളത് മനസ്സിലാക്കണത് ധർമ്മമാണ്. അത് ചെയ്തില്ലെങ്കിൽ അധർമ്മമാവും. അധർമ്മം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്നേഹം തണുത്തു പോകും. അത് ഭയങ്കര നിസ്സാരമാണ്. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, തൻ്റെ മുമ്പാകെ വിശുദ്ധി മാത്രം പോരാ, പിന്നെ എന്താണ്? നീതി വേണമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. തൻ്റെ മുമ്പാകെ വിശുദ്ധിയിലും നീതിയിലും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഈ ലോകത്ത് ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന മുമ്പ് കുറേ ട്രയൽ ആൻഡ് എററൊക്കെ ഉണ്ടാവും വിശ്വാസത്തിൽ. പക്ഷെ ആ ട്രയൽ ആൻഡ് എററിലൂടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ദൈവവും വിഷയവുമായിട്ട് കണക്ട് ചെയ്യരുത്. ഈ ഉടമ്പടിക്കാരുടെ ഒരു മിസ്റ്റേക്ക് ഞാൻ നോക്കിയിട്ട് അവർ ഇൻറ്റൻഷനെയും ഫെയ്ത്തുമായിട്ട് കണക്ട് ചെയ്യും. നിങ്ങൾക്കറിയാവില്ല, ഇൻറ്റൻഷൻ ബൈ ഇറ്റ് സെൽഫ് ഈസ് അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്താണ്? ജീസസ് ക്രൈസ്റ്റാണ്, ക്രിസ്തുവാണ്. ഈ നമ്മൾ ജീവിത പ്രതിസന്ധികളിലൂടെ ദൈവത്തെ അവലംബിച്ചുകൊണ്ട് നേടാൻ ശ്രമിക്കുന്നതിൻ്റെ അവസാനത്തിൻ്റെ പേരെന്താണ്? ജീസസ് ക്രൈസ്റ്റ്. അവസാനം എന്താ? ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ പല നേട്ടങ്ങൾ നേടിയാലും ഈ നേട്ടങ്ങളെല്ലാം യൂസ് ആൻഡ് ത്രോ ആൻഡ് വേസ്റ്റ് ആൻഡ് ഫയറാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ഇതൊന്നും ഈ തീ പിടിക്കാത്ത ഒരു ദൈവാനുഭവം എന്ന് പറയുന്നത് നീ ക്രിസ്തുവിൽ നേടിയ കൃപകൾ മാത്രമാണ്. അതുകൊണ്ട് നീൻ്റെ ഈ അനുഗ്രഹം നേടാൻ വേണ്ടിയുള്ള പാച്ചിലിൽ ക്രിസ്തുവിനെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കൃപമതിയെ സന്തോഷത്തിന് പാടുക. കൃപമതി, കൃപമതി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ജോമേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് തട്ടിയെങ്കിലും കർത്താവിൻ്റെ രീതി അനുസരിച്ച് കർത്താവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. പിന്നീട് റിസൾട്ട് വന്നപ്പോൾ എന്താണ് അവൾക്ക്
94% മാർക്കാണ് ഉള്ളത്. എന്ത് ചെയ്ത് ഈ സെൻറ്റ് ജോൺസിൽ തന്നെ ഈശോ അവർക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും. കാര്യം എന്താണ്? അവളോട് സംസാരിക്കാൻ ആ പ്രായത്തിൽ അങ്ങനെ സംസാരിച്ചാലും മനസ്സിലാകത്തുള്ളൂ. അതാണ് വിഷയം. അവളുടെ പ്രായത്തിന് അങ്ങനെ സംസാരിച്ചാലേ അവൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ പിടിവാശിയിൽ കർത്താവ് നിന്ന് കൊടുത്തു. ആ പറഞ്ഞ കോളേജിൽ തന്നെ അഡ്മിഷൻ കൊടുത്തു ശരിക്കും. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തട്ട് വന്നിരിക്കുന്ന സാധനം ഈ വണ്ടി ഉള്ളിടത്തോളം കാലം തന്നെ നിലനിൽക്കും. അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നിരന്തരമായൊരു, അതായത് ഇനി ഇതിൻ്റെ ഒരു മാർഗം, വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു തട്ടുകേട് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ദൈവത്തിന് ഒരു കോൺഫിഡൻസ് അല്ലെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യണത് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ പ്രോജക്റ്റ് എടുക്കണം. അതേ ഇതിൻ്റെ മാർഗമുള്ളൂ. ഞാനൊരു ആധ്യാത്മിക ശുശ്രൂഷകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നൊരു ഉപദേശമാണ്. ഇൻ കേസ് എവിടെയെങ്കിലും ഇതുപോലെ നിങ്ങൾ വല്ല പൊട്ടത്തറയും വിളിച്ച് പറഞ്ഞ് വിശ്വാസം വണ്ടി ഡാമേജ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളൊരു മാർഗമെന്ന് പറയണത് നമ്മൾ ദൈവത്തോട് ഒന്നും കൈപ്പറ്റാതെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം ഈശോ പറയണത് എന്താ പറഞ്ഞത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. മനസ്സിലായ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങളുടെ വീട് വലിയ ബംഗ്ലാവ് പോലെ ഇരിക്കുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ എന്താണ്? നിങ്ങൾ സൗഖ്യമായി കണ്ടെത്തുമോ എന്നല്ല ചോദിച്ചിരിക്കണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ സൗഖ്യത്തിനും വീടിനും ജോലിക്കും ജീവിതത്തിനും അപ്പുറത്ത് ദൈവം കാണുന്ന തിരുശേഷിപ്പുണ്ട്. അതാണ് വിശ്വാസം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ വരുമ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 18:8. ഇത് വളരെ സൂക്ഷിക്കണം. ഇന്നത്തെ ഒരു തീമാണിത്. ലൂക്കാ 18:8 എന്താണ്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ ഫലങ്ങളല്ല ചോദിക്കണത്. വീട്, ജോലി, വിവാഹം, നിങ്ങളുടെ PR പെൻഷൻ, ഇങ്ങനെയുള്ള പരിപാടികൾ അതൊന്നും അല്ല ചോദിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? ഇങ്ങനെ ഒന്നുമില്ലാതെ ഒന്നും നേടാതെ അവശേഷിക്കുന്ന വിശ്വാസത്തിന് എല്ലാം നേടിയതിനേക്കാൾ വിലയാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് പാടാം, സന്തോഷത്തോടെ പാടാം. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നപോ വിശ്വസിച്ചിരുന്നു കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നപോ വിശ്വസിച്ചിരുന്നു കർത്താവേ. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. വിശ്വാസത്താൽ മുൻപിൽ ഉണ്ടാകാവൂ. എൻ്റെ പേര് ഷിജോ എന്നാണ്. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ നായരമൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസം 25-ാം തീയതിയാണ്. ഇതെൻ്റെ 3ാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. ഒരു തവണയാണ് ഞാൻ ആൾത്താരയിൽ പറഞ്ഞത്. ആദ്യത്തെ തവണ എനിക്ക് പറയാനായിട്ടൊരു സാഹചര്യം ലഭിച്ചില്ല. അപ്പോൾ ഞാൻ പറയാനായിട്ട് ഇരിക്കുന്നത് എൻ്റെ ഒരു ഭവനമില്ലായിരുന്ന സാഹചര്യത്തിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും മാതാവിനോട് പ്രാർത്ഥിച്ച് ഇരുന്നതിന് ഫലമായിട്ട്
ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സാലറി വാങ്ങുന്ന ബാങ്കിൽ നിന്ന് ഒരു ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് എനിക്കത് നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാനത് വീണ്ടും ആഗ്രഹിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് എന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ യാതൊരുവിധ അക്കൗണ്ട് പോലും ഇതിൽ ഇല്ലാതിരുന്നൊരു ബാങ്കിൽ നിന്ന് എനിക്ക് വീടിന് ലോൺ അനുവദിച്ച് തരാമെന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തി വിളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ശേഷം എൻ്റെ സിവിൽ സ്കോർ അവർ നോക്കിയതിന് ശേഷം എനിക്ക് എമൗണ്ട് വളരെ കുറവേ തരികയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിരുന്നത്. പക്ഷെ അവർ തരുന്ന ആ ഒരു എമൗണ്ടിന് എനിക്ക് വീട് പണി പൂർത്തിയാക്കുക എന്നുള്ളൊരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നില്ല. വീണ്ടും ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ വീട് വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആ ഒരു പ്രോപ്പർട്ടിയിൽ പോയി 4 അതിലും ഉടമ്പടി ഉപ്പ് സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലൊരു തുക തന്ന് അവർ ബാങ്കിൽ നിന്ന് എന്നെ സഹായിക്കുകയും നല്ലൊരു ഭവനം പണിയർന്ന് എനിക്കത് വരയിൽ കയറുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇത്രയും ചെയ്ത ദൈവമാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഹാംഫുള്ളായിട്ടുള്ളൊരു കെമിക്കൽ കൈകാര്യം ചെയ്ത സാഹചര്യത്തിൽ എൻ്റെ ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു സുഹൃത്തിൻ്റെ നിന്ന് കൈ വഴുതി അത് ബോട്ടിൽ താഴെ വീഴുകയും അത് ആ ഒരു ലിക്വിഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലിക്വിഡ് എൻ്റെ കണ്ണിലേക്ക് വീഴുകയും ചെയ്തു. ആ സമയം എനിക്ക് വളരെ പുകച്ചിലും വേദന അനുഭവിച്ചുവെങ്കിലും ഞാൻ ഉടനെ കണ്ണ് കഴുകിയപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയായിരുന്നു. ശേഷം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയ സമയത്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ പോണ വണ്ടികളുടെ ബോർഡോ അല്ലെങ്കിൽ ഒരു സാധനം എനിക്ക് കാണാനായിട്ട് പറ്റില്ല. പിറ്റേന്ന് ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടർ പറഞ്ഞ് കണ്ണിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അവരുടേതായ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കണ്ണട വെക്കേണ്ടി വരും. അപ്പോൾ അത് കണ്ണട വെച്ചാൽ തന്നെ പരിപൂർണമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് റിക്കവർ ചെയ്ത് പിന്നീട് കണ്ണട വേണ്ടാത്തൊരു സാഹചര്യത്തിൽ പോകാൻ പറ്റുമെന്ന് ഒരിക്കലും ഉറപ്പ് പറയാനൊന്നുമില്ല. എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലയിൽ നിങ്ങൾക്ക് കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണട വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കാണ് കണ്ണട വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടും. പിന്നെ ഈ ഒരു പ്രായത്തിൽ നല്ലൊരു പ്രായത്തിൽ തന്നെ കണ്ണട വെച്ച് എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് വളരെ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നത് കൊണ്ട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിപ്പോഴേ ഈ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെച്ച് നടക്കണ്ട. ഞാനിപ്പോൾ ഉടമ്പടി തൈലം ആ കണ്ണുകളിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അധികം വൈകാതെ തന്നെ ആ കണ്ണിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായും മാറിക്കിട്ടി. ഇപ്പം എനിക്ക് ഇതുവരെ ഞാൻ ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷം കണ്ണട വെക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ തുള്ളി വരുന്നോ അല്ലെങ്കിൽ യാതൊരുവിധ മെഡിക്കലായിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിച്ചില്ല. ഇൻ കേസ് കണ്ണട പോലും ഒരു നിമിഷം പോലും വെക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. ആ ഒരു ഉടമ്പടി തൈലം പുരട്ടി തന്നെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം തന്നതിനെ അനുഗ്രഹിച്ചു. ഇത്രയും ചെയ്തെന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 2-3 കൊല്ലത്തിൽ കൂടുതലാണെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ തന്നെ എനിക്ക് ജപമാല ചൊല്ലുക എന്നുള്ളതിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് എന്താ പറയുക, അരമണിക്കൂർ കൊണ്ട് തീരുമെങ്കിലും എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ വന്നിരുന്ന സംഭവം തന്നെയായിരുന്നു. പള്ളിയിൽ പോകുമെങ്കിലും ജപമാല ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് കാരണന്മാർ ചെയ്യേണ്ട പരിപാടിയാണെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. വീട്ടിലെ അമ്മമ്മയും അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ ഈ എന്താ പറയുക വീട്ടിൽ കാല് നീട്ടി വെച്ചിരുന്ന് ചെല്ലേണ്ട ആൾക്കാർ ചെയ്യേണ്ട പ്രാർത്ഥനയെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക വണ്ടി ഓടിക്കുമ്പോഴും ഒരു ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യങ്ങളായിപ്പോലും കൊന്ത ചെല്ലാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കൂടാതെ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഒത്തിരി തവണ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഫാദർ ഉടമ്പടി എടുത്തില്ലെങ്കിൽ പോലും പുള്ളിക്ക് വീട്ടിൽ ജപമാല ചൊല്ലുമ്പോൾ ഒത്തിരി മടുപ്പുള്ള വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും പുള്ളി ഞാൻ ഈ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് പുള്ളി ഒരു താല്പര്യം എന്നോട് കാണിച്ചിരുന്നില്ല. ഈ പ്രാർത്ഥന ചെല്ലുമ്പോഴും പുള്ളി ഒരു എന്താ പറയുക, ഇതൊരു ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കച്ചവടമല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടപ്പോൾ പുള്ളി അവസാനം എന്നെ ഇതിന് ഉത്സാഹപ്പെടുത്തിയിരുന്ന ആൾ പിന്നെ പിറ്റത്തെ കൊല്ലം എൻ്റെ പ്രാർത്ഥന കണ്ട് എൻ്റെ കൂടെ ജപമാല റാലിക്ക് വന്ന് പുള്ളി ജപമാലയെല്ലാം തുടങ്ങി. ഇപ്പം ഞങ്ങളോടുകൂടെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത്
ഇവിടെ നിന്ന് കിട്ടിയിരുന്ന പത്രങ്ങൾ ആദ്യമേ കൊടുക്കാനായിട്ട് എനിക്ക് വളരെ ഭയമായിരുന്നു. ആളുകൾ വല്ലതും പറയുമോ എന്നൊക്കെ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഇവിടെ ഗ്രാജുവലി അത് മാറി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാനിപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഒരു നോട്ടീസ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അവർ പറയുമെന്ന് വിചാരിച്ച് കൊടുത്ത് വേഗം മാറിയിരുന്ന ഞാൻ ഇപ്പോൾ എല്ലാം മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയും എൻ്റെ അനുഭവങ്ങൾ പറയുകയൊക്കെ ചെയ്തു തുടങ്ങി. മാത്രമല്ല ആദ്യകാലങ്ങളിൽ നമുക്ക് തന്നിരുന്ന പത്രങ്ങൾ മാത്രം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പലപ്പോഴും ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട്, വിശേഷവിധിയായി എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. പിന്നെ വിശേഷവിധിയായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് വൈപ്പിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. വല്ലാറമ്പുഴ പള്ളി വളരെ അടുത്താണ് എനിക്ക്. അപ്പോൾ എങ്ങനെ വന്നാലും പള്ളിയിൽ ചെല്ലുമ്പോൾ ഏത് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിലായാലും 2 കെട്ട് പത്രം ഉണ്ടാവും. ഞാനതെല്ലാം കൂടി എടുത്ത് അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഹാർബറിനടുത്താണ്, ഹാർബറിലും മറ്റും കൊടുത്തു. ആദ്യമൊക്കെ ആരും തന്നെ വാങ്ങില്ലായിരുന്നു. പിന്നെ അനുഭവങ്ങൾ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പലരും അക്രൈസ്തവർ പോലും നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ചത് വാങ്ങാനായിട്ടൊക്കെ തുടങ്ങി. കൂടാതെ ഈ പലരും തന്നെ ആദ്യമേ തന്നെ മോശമായിട്ട് സംസാരിച്ചിരുന്ന പലരും വീണ്ടും കണ്ടപ്പോൾ അത് പേപ്പർ ചോദിച്ചു വാങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകൾ. കൂടാതെ എന്നോട് ഇതുവരെ ഞാൻ പേപ്പർ കൊടുത്തതിൽ കുറച്ച് രൂക്ഷമായിട്ട് സംസാരിച്ചത് ഒരു ഓട്ടോ ഡ്രൈവർ പുള്ളി പറഞ്ഞത് മാതാവില്ല. പുള്ളി സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പുള്ളി പ്രൊട്ടസ്റ്റൻ്റുകാരനാണ്, കർത്താവുണ്ട് പക്ഷേ മാതാവില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. പക്ഷേ ആ സമയം ഞാനത് പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി യാതൊരു രീതിയിലും എന്നോട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണില്ല. പക്ഷേ ലാസ്റ്റ് ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് മാതാവാണ് ആരോ എന്നോട് ഉള്ളിൽ നിന്ന് പറഞ്ഞു, മാതൃത്വം ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ക്രിസ്മസിനെ കുറിച്ചാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, മാതാവിൽ വിശ്വസിക്കില്ല. പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ക്രിസ്മസ് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായേ? പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഔസേപ്പിയതും മാതാവും ബെത്ലഹേമിൽ പോയതും മാതാവ് പ്രസവിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ മാതാവിന് മാത്രം പുള്ളിക്ക് വിശ്വാസമില്ല. മാതാവ് പ്രസവിച്ച് യേശുവിനെ പ്രസവിച്ച് വരെ അവർ പറയുന്നുണ്ട്, പക്ഷേ പുള്ളിക്ക് മാതാവിൽ വിശ്വാസമില്ല. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് പറഞ്ഞു. ലൂക്കായുടെ വിശുദ്ധലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണിത്. ഞാനത് പരിപൂർണമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓട്ടോ സ്റ്റാൻഡിലാണ്. അപ്പോൾ എന്നോട് മുന്നേ ആ ഓട്ടോയുടെ മുന്നിൽ കിടന്ന ഓട്ടോറിക്ഷ വെച്ചിരുന്ന പലരും അക്രൈസ്തവരായിരുന്നു. അവർ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി. പക്ഷേ പുള്ളി അത് വാങ്ങിയെന്നില്ല മാത്രമല്ല ഇത്രയും നേരം എന്നോട് ഡിബേറ്റ് നടത്തുകയും ചെയ്തു. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു വചനത്തിൽ പുള്ളി പെട്ടുപോയി. പുള്ളി മറ്റുള്ള അക്രൈസ്തവരായിട്ടുള്ളവർ വന്ന് പുള്ളിയോട് പറഞ്ഞു, അവർ ആ ചെക്കൻ പറഞ്ഞാൽ ശരിയല്ലേ, കാരണം ക്രിസ്മസ് ഇന്നതാണെന്ന് അല്ലെങ്കിൽ മാതാവ് പ്രസവിച്ചാണെന്ന് അക്രൈസ്തവർ വരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി വിശ്വസിക്കില്ല. ലാസ്റ്റ് പുള്ളി തോറ്റുപോയി. അവസാനം എന്നെ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് പുള്ളിക്ക് ഇത്ര നാൾ വിശ്വസിച്ചിരുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പുള്ളി മാറിപ്പോയി. മാതാവ് ഇല്ലെന്ന് പറഞ്ഞ ആൾ മാതാവുണ്ടെന്ന് പറയേണ്ടി വന്നു. ഇത്രയും സാധനം നന്ദിയാണ്. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ബിൻഡോ. ഞാൻ അമേരിക്കയിലെ ടെക്സസിലെ ഡാളസിലുള്ള ക്രൈസ്റ്റ് കിങ് ഇടവകയിൽ നിന്നാണ്. നവംബർ 2024 എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, ലേ ഓഫ് കാരണം. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഹൂസ്റ്റണിൽ ജോസഫ് അച്ഛൻ വന്ന് കൃപാസന ധ്യാനം നടത്തുന്നുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ പങ്കെടുക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ, ഞാൻ ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതുപോലെ മറ്റൊരു ധ്യാനമാകും എന്ന് കരുതിയാണ് ഞാൻ അവിടെ പോയത്. എങ്കിലും ആ ധ്യാനത്തിലൂടെ ഉടമ്പടിനെ പറ്റി ഒത്തിരി മനസ്സിലാക്കുവാനും അവിടെ വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ഉടമ്പടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ആത്മാർത്ഥമായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന സിൻസിയറായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. കൂട്ടത്തിൽ ഞാൻ കമ്പനികൾക്ക് അപ്ലൈ ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഞാൻ ആ സമയത്ത് US ചെന്നിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. US ഞാൻ ചെയ്യുന്ന മേഖലയിൽ എനിക്ക് US സ്പെസിഫിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി ധ്യാനം പങ്കെടുത്തപ്പോൾ എനിക്കത് മനസ്സിലായി, എനിക്ക് മെറിറ്റില്ല. അതാണ് പരിമിതികൾ കൊണ്ട് മനസ്സിലായി. മെറിറ്റില്ലെങ്കിലും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള വിശ്വസിച്ചുകൊണ്ട് ഞാൻ കമ്പനികൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. കാരുണ്യ പ്രവൃത്തികളും ആരംഭിച്ചു. അവിടെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന നഴ്സിംഗ് ഹോമിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരായിട്ടുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആഴ്ചയിലൊരിക്കൽ അതിനു വേണ്ടി പോകുമായിരുന്നു.
ആ സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അതിനുവേണ്ടി പോകാൻ 2-3 മണിക്കൂർ സമയം ഞാനിരുന്നാൽ ഒരു കമ്പനിയുടെ കൂടി ആപ്ലിക്കേഷൻ ചെയ്യാമെങ്കിലും ആ പ്രലോഭനത്തിനൊക്കെ അതിജീവിച്ച് ആ കാരുണ്യപദ്ധതി ചെയ്തുകൊണ്ട് പോകാനായിട്ട് വലിയ കൃപ ലഭിച്ചു. അതിനോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പള്ളിയിലൊക്കെ സ്പാനിഷ് ആൾക്കാരുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സ്പാനിഷ് പത്രം ലഭിക്കുന്നതിനനുസരിച്ച് സ്പാനിഷ് ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് സ്പാനിഷ് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഈ പത്രം കൊടുക്കുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മറ്റൊരു സഹോദരൻ പറഞ്ഞതനുസരിച്ച് സ്പാനിഷിൽ ഞാൻ ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ എഴുതി. ഇങ്ങനെ ഒരു ഇന്ത്യയിലുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെ പറ്റി അങ്ങനെ ഒരു 3-4 ലൈൻ സ്പാനിഷിൽ എഴുതി ആ ഒരു പേപ്പർ കൂടി വെച്ചിട്ടാണ് അങ്ങനെ സ്പാനിഷ് പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കൂടുതലും മലയാളികളല്ലാത്തവരും ക്രിസ്ത്യൻസ് അല്ലാത്തവരുമാണ്. അപ്പോൾ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ദൈവവചനങ്ങളുടെ പോസ്റ്റേഴ്സ് ഞാൻ അങ്ങനെ അയക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഈ കമ്പനികൾക്ക് അപ്ലൈ ചെയ്തത് ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 50 കമ്പനികളോളം ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞു. നവംബർ ജോലി പോയിട്ട് ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആയപ്പോഴേക്കെങ്കിലും പോലും ഒരു കമ്പനിന് പോലും മറുപടികൾ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചൊവ്വാഴ്ചത്തെ ധ്യാനം എല്ലാ ദിവസവും ഞാൻ ഓൺലൈൻ കൂടുമായിരുന്നു. ഓൺലൈൻ കൂടുമ്പോൾ ഒരു ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ ഒരു സാക്ഷ്യം പറയുന്നത് കേട്ടു. യൂറോപ്പിൽ വെച്ച് ഒരു വ്യക്തി ഇങ്ങനെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കമ്പനിയുടെ പാർക്കിങ്ങിലോട്ട് കൊണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം ജോലി കിട്ടിയതായിട്ട്. അപ്പം ഞാനും എൻ്റെ ഭാര്യയാണ് ആദ്യം എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു എന്നെ ഓർപ്പിച്ചത്. അപ്പം ഞാനും പിറ്റേ ദിവസം അപ്ലൈ ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ പാർക്കിംഗ് ലോട്ടിലേക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് കമ്പനിയുടെ ഉള്ളിൽ പ്രവേശിച്ച് റിസപ്ഷൻ ഏരിയയിലൊക്കെ പ്രവേശിച്ച് അവിടെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടു. തിരിച്ച് വന്നു കുറച്ച് വണ്ടി കയറി തിരിച്ച് പോകുന്ന സമയത്തൊക്കെ ഇവിടെ നിർത്തി ചെറുതായിട്ട് തന്നെ എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ അപ്ലൈ ചെയ്ത കമ്പനിയിൽ നിന്നൊരു മെയിൽ വന്നിട്ടുണ്ട്, എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമയം നോക്കിയപ്പോൾ ഞാൻ ആ കമ്പനിയിൽ പ്രവേശിച്ച അതേ സമയത്ത് തന്നെയാണ് ഈ ഓഫർ ലെറ്ററിൻ്റെ ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ അതെന്നെ വളരെ ശക്തിപ്പെടുത്തി. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ടിൽ അപ്പം തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. സെക്കൻഡ് ഇൻ്റർവ്യൂയുടെ സമയത്ത് അന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് എനിക്കൊരു മഴവില്ല് ഒരു പ്രത്യേകമായ രീതിയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു മഴവില്ല് പ്രത്യക്ഷമാണ്. അപ്പം അമ്മ കൂടെ ഉണ്ടോ എന്നുള്ളൊരു ബോധ്യം ലഭിച്ചുകൊണ്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോയി. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ പരിചയമുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഒരു റൗണ്ടല്ലേ ആയുള്ളൂ, ഇനിയും കമ്പനികൾക്കും ഇനിയും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസം വന്നു, ഇത് മാതാവ് അടയാളങ്ങൾ സഹിതം കാണിച്ചു തരുന്നുണ്ട്, ഇത് എനിക്കുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ഞാൻ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു കമ്പനിക്ക് അപ്ലൈ ചെയ്തില്ല. ഈ കമ്പനിയെ കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിന്നിരുന്നു. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും കഴിഞ്ഞു. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത് 3 റൗണ്ട് ഉണ്ടാവുകയുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇനി അവരെന്നെ മിക്കവാറും അക്സെപ്റ്റ് ചെയ്യായിരിക്കും, കാരണം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാഞ്ഞു. പക്ഷേ പിന്നെ വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു 4ാമത്തെ ഒരു റൗണ്ടും കൂടി വേണമെന്നും, 4ാമത്തെ റൗണ്ട് നടന്നപ്പോൾ എനിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഇങ്ങനെ പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ടൊരു 4ാമത്. അപ്പോഴേക്കും എനിക്ക് 5 മാസത്തോളമായി ഞാൻ ജോലിയില്ലാതെ നിൽക്കുമ്പോൾ. അപ്പോൾ അമേരിക്കയിൽ ജോലിയില്ലാതെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരാളുടെ ശമ്പളത്തിന് ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ജോലിയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ലോണും കാറിൻ്റെ ലോണും ഒക്കെ അടച്ച് മുമ്പോട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ഇങ്ങനെ പെട്ടെന്നൊരു 5 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു 4th റൗണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഓർമ്മപ്പെടുത്തൽ മാതാവ് തന്നത്. അതിൻ്റെ തലയാഴ്ച US ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള എൻ്റെ ഒരു വരുമാനത്തിൻ്റെ സോഴ്സ് ഞാൻ വെച്ചിട്ടില്ല. ഞാൻ നിയമപരമായിട്ട് വെക്കേണ്ടതാണ്, പക്ഷേ ആരും ചെയ്യാത്ത നാട്ടിനടുപ്പനുസരിച്ച് അതെല്ലാവരും കണ്ണടയ്ക്കാനാണ്. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ സത്യസന്ധത പുലർത്തണം എന്നുള്ളൊരു ബോധ്യം തരികയും ഞാൻ അന്നേരം തന്നെ എൻ്റെ ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് ഞങ്ങളുടെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു ഇൻകമും കൂടിയുണ്ട്, അതുകൂടി വെക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള അടുത്ത 2 ദിവസം അടുത്ത 2 രാത്രിയിലും അടുപ്പിച്ച് ജോസഫ് അച്ഛൻ ഇങ്ങനെ സ്വപ്നത്തിൽ പ്രത്യക്ഷം. എനിക്ക് ഇതുവരെയും ദർശനങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ ആ 2 സ്വപ്നത്തിലും ജോസഫ് അച്ഛൻ പ്രത്യക്ഷപ്പെടുകയും എന്നെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നതായിട്ടും ഞാൻ കാണുകയുണ്ടായി. അതിന് 3ാം ദിവസം ഞാനിങ്ങനെ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കണമെന്നും ടാക്സ് കൊടുക്കേണ്ടി വന്നാലും അത് സമർപ്പിക്കാമെന്ന് വിചാരിച്ചതിൻ്റെ 3ാം ദിവസം ആണ് എനിക്ക് ഓഫർ ലെറ്റർ കമ്പനിയിൽ നിന്ന് വന്നു. ദൈവം അനുഗ്രഹിച്ച്
ആ പുതിയ ഓഫറിൽ എനിക്ക് നേരത്തെ ജോലി നഷ്ടപ്പെട്ടതിനെക്കാട്ടിലും വളരെ ഉയർന്ന ഒരു ശമ്പളത്തിലാണ് ആ ജോലി ലഭിച്ചത്. യേശുവിനും മാതാവിനും നന്ദി പറയുന്നു. അതിനുശേഷവും ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ്. ചൊവ്വാഴ്ചത്തെ ധ്യാനം, ഇപ്പം എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ആദ്യം മുതലേ കുറച്ച് ചൊവ്വാഴ്ചകൾക്ക് ശേഷം ഞാൻ വീട്ടിൽ ഓൺലൈനിൽ നിന്ന് കാണുന്നതിന് പകരം ഞങ്ങളുടെ അടുത്തൊരു പള്ളിയിൽ നിത്യാരാധന ചാപ്പലുണ്ട്. അപ്പോൾ ഇവിടെ ആരാധന നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് എൻ്റെ ഹെഡ്ഫോൺ വെച്ച് ഞാൻ ആരാധനയിൽ പങ്കെടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ജോലി ലഭിച്ചതിന് ശേഷവും ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ പോകും. അപ്പോൾ ഈ ജോലിയിൽ എനിക്ക് മിക്കവാറും എനിക്ക് വീട്ടിൽ നിന്നോട് ജോലിയാവുന്ന സാഹചര്യമാണ്. എങ്കിലും പലപ്പോഴും ഇമെയിലുകളും മെസ്സേജസ് വരികയും റെസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാനും ബിസിയായിട്ട് പോകുന്ന ജോലി ദിവസങ്ങളാണ്. എങ്കിലും ചൊവ്വാഴ്ചകളിൽ ഞാനത് ശ്രദ്ധിച്ചു. ഞാൻ ധ്യാനത്തിന് അവിടെ പോയിരിക്കുന്ന ആ 2-2.5 മണിക്കൂർ, ആ 2.5 മണിക്കൂർ ഒരു ഇമെയിലും എനിക്ക് വരുമില്ല, ഒരു മെസ്സേജിനെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. പ്രൈസ്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം അതുപോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വൈഫ് ചെയ്യുമ്പോൾ വൈഫിൻ്റെ കൂടെ പോകുന്നു. അതുപോലെ അടുത്തുള്ള ഒരു കുടുംബത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും വളരെയേറെ നന്ദി. ഇനി ഉടമ്പടി തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്.